കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ അധികൃതർ തന്ത്രിയും മറ്റും എടുത്ത നിലപാട് വളരെ ദൗർഭാഗ്യകരമാണ്. കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യങ്ങൾക്ക് നിരക്കുന്നതല്ല. ഞാൻ മനസ്സിലാക്കുന്നത് കേരള നിയമസഭയിൽ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ ഇത് സംബന്ധിച്ച് വ്യക്തമായൊരു നിലപാട് അറിയിക്കുകയുണ്ടായി. ഇപ്പം തന്ത്രിമാർ പറഞ്ഞതനുസരിച്ച് കഴക ജോലിയിൽ നിന്ന് മറ്റു ചില ജോലിയിലേക്ക് ഈ യുവാവ് ബാലു അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെട്ട് ദേവസ്വം ബോർഡ് വഴി, ദേവസ്വം ബോർഡാണല്ലോ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, ശരിയായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. LDFും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും നവോത്ഥാനത്തെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ വിധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ ദേവസ്വം ബോർഡുകളുടെ നേതൃത്വത്തിൽ പൂജ ചെയ്യുന്നതിനുള്ള പരിശീലനം കൊടുത്ത് പൂജാരിമാരായിട്ട് നിയമിച്ച് ചരിത്രം സൃഷ്ടിച്ച നാടാണ് കേരളം. അതിൻ്റെ പേരിൽ അത് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി പിണറായിയെ തമിഴ്നാട് അവിടുത്തെ ഒരു സംഘടന ആദരിച്ച കാര്യവും ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ ആ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിനിടയ്ക്ക് ഇതുപോലുള്ള കൂടൽമാണിക്യം പോലുള്ള ചില കല്ലുകടികളുണ്ടാവും. അത് തിരുത്താൻ കേരള സമൂഹത്തിന് കഴിയും. മാധ്യമങ്ങളും നല്ലൊരു നിലപാട് ഇക്കാര്യത്തിൽ എടുത്താൽ മതിയാവും. ബാലു ഈ നിലവിലിപ്പം ആ ജോലിയിൽ നിന്ന് മാറി ഇനി അത്ര ആ ഒരു ഇതിലേക്ക് തിരിച്ചു പോകാനുള്ള താല്പര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതൊരു വല്ലാത്തൊരു വ്യക്തികളുടെ മനോവീര്യം കൂടി തകർക്കുന്ന. ശരിയാണ്. ഇങ്ങനെല്ലാമുള്ള വ്യക്തിത്വത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടാകുമ്പോൾ ആ മുറിവുകൾ സൃഷ്ടിക്കുന്ന വേദന ശമിക്കുകയില്ല. പണ്ട് എഴുതപ്പെട്ട വരികളാണ്: കേട്ടുകൂടാത്ത വാക്കാം ആയുധം പ്രയോഗിച്ച് കർണങ്ങൾക്കകം ബുക്ക് പുണ്ണാകിലത് പിന്നെ പൂർണ്ണമായി ശമിക്കയിൽ ഒട്ടുനാൾ ചെന്നാൽ പോലും. അപ്പോൾ ഇതുപോലുള്ള മനുഷ്യത്വഹീനമായ അന്തസ്സ് കെട്ട സമീപനം ആരിൽ നിന്നും ഉണ്ടാകരുത്. ഇത്തരം നിലപാടെടുത്ത തന്ത്രിമാർ ആലോചിക്കും. അവർ മനുവാദത്തിൻ്റെ പിടിയിൽ നിന്നും സ്വതന്ത്രരാവും. അവർക്ക് മനഃപരിവർത്തനം വരും എന്നൊക്കെ ആഗ്രഹിക്കാനാണ്. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് അവരുടെ മനഃപരിവർത്തനത്തിന് വേണ്ടി കാത്തിരിക്കുകയില്ല. ദേവസ്വം ബോർഡ് വഴി ശക്തമായി തന്നെ ഇക്കാര്യത്തിൽ ഇടപെടും എന്നുള്ളതാണ് സ്ഥിതി.